നമസ്കാരം. ബീഹാറിൽ വീണ്ടും ബി.ജെ.പി. സഖ്യ സർക്കാർ എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. നമുക്കറിയാം, നിതീഷ് കുമാർ ഇതിനോടകം തന്നെ NDA പാളയത്തിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ബീഹാറിൽ ഈ സഖ്യ സർക്കാരിന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകുന്നത്. അതിന് ഏറ്റവും അധികം ആക്കം കൂട്ടുന്നത് എന്തെന്നാൽ, ഞായറാഴ്ച വരെയുള്ള നിതീഷ് കുമാറിന്റെ എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന എന്തെന്നാൽ, മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് തന്നെ വേണമെന്ന് നിതീഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് എന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ JDU പറയുന്നത് BJPക്ക് 2 ഉപമുഖ്യമന്ത്രി പദം ബീഹാറിൽ നൽകാമെന്നുള്ളതാണ്. അങ്ങനെ ബീഹാറിൽ വീണ്ടും BJP JDU സഖ്യ സർക്കാർ വരുന്നു എന്നത് തീർച്ചയായും NDA മുന്നണിയെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും. അതേസമയം തന്നെ BJPക്കുള്ളിൽ ഇതിനെക്കുറിച്ച് വലിയ വിമർശനം അല്ലെങ്കിൽ എതിർപ്പുകളും ഉയർന്നു വരുന്നുണ്ട്. കാരണം നിരന്തരമായി കൂറുമാറ്റമുള്ള നിലപാടില്ലാത്ത ഒരാളെ എന്തിനു വീണ്ടും പാർട്ടിയിലേക്ക് എടുക്കുന്നു എന്ന തരത്തിൽ ചില നേതാക്കൾ ഒരു വിമർശനം ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബീഹാറിൽ ഒരു നിർണായക നീക്കം നടക്കുമെന്നതിന്റെ ശക്തമായ സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അവിടെ വീണ്ടും BJP സഖ്യ സർക്കാർ ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. എന്തായാലും INDAയുടെ മർമ്മത്ത് തന്നെയാണ് മോദിയും കൂട്ടരും അടിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് അമിത്ഷാ അഭിപ്രായപ്പെട്ടത്, എപ്പോൾ വേണമെങ്കിലും നിതീഷ് കുമാറിനെ NDAയിലേക്ക് തിരികെ വരാമെന്ന്. നമുക്കിനി ഒന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ, ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര കഴിഞ്ഞ് രാഹുൽ ഗാന്ധി തിരികെ വരുമ്പോൾ INDA എന്ന മുന്നണി ഉണ്ടാകുമോ എന്ന് മാത്രം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.